നമസ്കാരം, BCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ കോൺഗ്രസ് മെമ്പർമാരുടെ പ്രതിഷേധം. പ്രതിപക്ഷ വാർഡുകളോടുള്ള വിവേചനവും താൽക്കാലിക ജീവനക്കാരുടെ നിയമനവും ഉന്നയിച്ചാണ് കോൺഗ്രസ് മെമ്പർമാർ യോഗ ഹാളിൽ നിലത്തിരുന്ന് പ്രതിഷേധിച്ചത്. ജനകീയ പരാതികൾ അജണ്ടയിൽ ഉൾപ്പെടുത്തുന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച അടിയന്തര യോഗം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ പ്രതിപക്ഷം അട്ടിമറിക്കുകയാണെന്നും വാർഡുകളോട് വിവേചനം കാണിക്കുന്നു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. അത്താണി പത്താഴക്കുണ്ട് റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് പരാതി. റോഡ് അശാസ്ത്രീയമായ രീതിയിൽ ഉയരം കൂട്ടി നിർമ്മിച്ചത് പ്രദേശത്തെ വീടുകൾക്കും ജനങ്ങൾക്കും ഭീഷണിയാകുന്നതായി പ്രദേശവാസികൾ. സുരക്ഷാ ഭിത്തിയോ കാനകളോ ഇല്ലാതെ കോൺക്രീറ്റ് കട്ടകൾ വിരിച്ചതോടെ റോഡിന്റെ വീതി പകുതിയായി കുറഞ്ഞെന്നും മഴവെള്ളം വീടുകളിലേക്ക് കുത്തിയൊലിക്കുന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് DCC സെക്രട്ടറി ജിജോ കുര്യൻ പറഞ്ഞു. തൃശൂർ അമല സെന്ററിലെ റെസ്റ്റോറന്റിലും ചിറ്റിലപ്പള്ളിയിൽ പറമ്പിലും തീപിടുത്തം. BBQ പോയിന്റ് റെസ്റ്റോറന്റിൽ ചിക്കൻ തയ്യാറാക്കുന്ന ഫർണസിൽ നിന്ന് തീ പടർന്ന് ചിമ്മിനിയും ഉപകരണങ്ങളും കത്തി നശിച്ചു. ചിറ്റിലപ്പള്ളിയിൽ എടത്തറയിൽ സ്വകാര്യ വ്യക്തിയുടെ 60 സെന്റ് സ്ഥലത്തെ പുല്ലിനും അടിക്കാടിനും ശനിയാഴ്ച ഉച്ചയോടെ തീ പിടിക്കുകയായിരുന്നു. 2 സ്ഥലങ്ങളിലും അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തി തീയണച്ചു. ദേശീയ ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേളയായ സയൻസിന് ഷൊർണൂർ അനുരാഗ് തിയേറ്ററിൽ ആവേശകരമായ തുടക്കം. അസമീസ് ചലച്ചിത്രകാരി മഞ്ജു ബോറ മേള ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 10 വരെ നീളുന്ന മേളയിൽ മത്സര വിഭാഗത്തിലും പാക്കേജുകളിലുമായി 100-ലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്നും മികച്ച ചിത്രങ്ങൾക്ക് 50,000 രൂപയും ശില്പവും അടങ്ങുന്ന പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്നും അറിയിച്ചു.